സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ സ്ത്രീകളുടെ കൂട്ടായ്മ തന്നെ പ്രവർത്തിക്കുന്നുവെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഗായിക സുചിത്ര വെളിപ്പെടുത്തിയ ഡ്രഗ് മാഫിയയെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ഭാഗ്യലക്ഷ്മി. ഈ മാസം 31-ന് കൊച്ചിയിൽ നടന്ന ഫെഫ്ക യോഗത്തിൽ ഭാഗ്യലക്ഷ്മി അടക്കം 3 ഫെഫ്ക വനിതാ അംഗങ്ങൾക്കെതിരെ തൃശൂർ സ്വദേശിയായ ഹെയർ സ്റ്റൈലിസ്റ്റ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടി നൽകാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെയും WCCക്കെതിരെയും ഭാഗ്യലക്ഷ്മി വിമർശനമുയർത്തി. ചലച്ചിത്ര മേഖലയിൽ നിലനിൽക്കുന്ന ഡ്രഗ് മാഫിയയെക്കുറിച്ച് ഗായിക നടത്തിയ വെളിപ്പെടുത്തൽ അന്വേഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ പല മാധ്യമങ്ങളും പിൻവലിച്ചെന്നും ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ വിഷയം ഇവിടെ ചർച്ച ചെയ്തിരുന്നു, ഈ ഡ്രഗ്സ് മാഫിയയെ കുറിച്ച് അല്ലെ? ആ കാര്യമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ആരാണ് അതിന്റെ പിന്നിൽ എന്ന രീതിയിൽ ഇപ്പൊ വന്നിരിക്കുന്നു. അത് ആരാണ് പറഞ്ഞത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അതിനെക്കുറിച്ച് ഒരു അനക്കവുമില്ല. എന്തുകൊണ്ട്? അത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ലൈംഗിക ചൂഷണം നേരിടുന്നതിനേക്കാൾ ഗുരുതരം. ലൈംഗിക ചൂഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് പോടാൻ ഇതിന്റെ സിനിമ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം. ഇതൊരു തലമുറയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അറിയുന്നുണ്ടോ അത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വിഭാഗത്തിന്റേത് മാത്രമാണെന്നും എല്ലാവരെയും കേൾക്കാൻ ഹേമ കമ്മിറ്റി തയ്യാറായില്ലെന്നും ഭാഗ്യലക്ഷ്മി ആരോപിച്ചു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെയും മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും സംഘടനകളിൽ നിന്ന് താനുൾപ്പെടെ 4 പേർ മാത്രമാണ് കമ്മിറ്റിയെ കാണാൻ പോയത്. WCCക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഭാഗ്യലക്ഷ്മി ഉന്നയിച്ചത്. സ്ത്രീകൾക്കെതിരെ സ്ത്രീകളുടെ കൂട്ടായ്മ പ്രവർത്തിക്കുന്നതായും അതിനു പിന്നിൽ പുരുഷന്മാരുണ്ടെന്നും അവർ പറഞ്ഞു. ജനം, കൊച്ചി.